കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു എന്ന് കാണുന്നു. ഇവിടെ രണ്ട് ബുദ്ധിക്കാരെ കാണുന്നു, ഒന്ന് അല്പബുദ്ധിയും ഒന്ന് സൂക്ഷ്മബുദ്ധിയും. അല്പബുദ്ധിക്കാരൻ എല്ലാ വാക്കുകളും വിശ്വസിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പല കുടുംബ തകർച്ചയ്ക്കും കാരണം ഈ ഒരു അല്പബുദ്ധിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ആ കുടുംബത്തെ തകർക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ച് അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മാവിയപ്പന്മാരെക്കുറിച്ച് അപ്പോൾ ഇങ്ങനെ മാറി 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 വേണ്ടാത്തത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ അല്പബുദ്ധിക്കാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ എനിക്കറിയാം എന്ന് അവരോട് പറയുന്നതിന് പകരം അവർ പറയുന്ന ഉള്ളതും ഇല്ലാത്തതും അവർ കയ്യിൽ നിന്നിട്ട് പറയുന്നത് എല്ലാം സത്യമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. ആ വഴക്കിൻ്റെ അവസാനം അതങ്ങനെ നീണ്ട് പല കുടുംബങ്ങളും തകർച്ചയിലും ഇന്ന് വേർതിരികയും അല്ലെങ്കിൽ ആത്മഹത്യക്ക് നേരെയും അതേപോലെ കുടുംബങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പോവുകയും ഇങ്ങനെ പല കാരണങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഈ അല്പബുദ്ധി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മ കൂടെ ഇരിക്കുന്നവരെ കുറിച്ച് ഒരാളൊരു വേണ്ടാത്ത കാര്യം പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളാം, എൻ്റെ കുടുംബം ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങളതിൽ തലയിടണ്ട എന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ നിർബന്ധമായും ഒരിക്കലും അവർ പിന്നെ ആ കുടുംബത്തിൽ കയറി പറയുവാൻ ഇടവരില്ല. ഒരിക്കൽ എൻ്റെ അമ്മാവിയമ്മ എന്നോട് പറഞ്ഞു, അവരോട് എന്നെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പലപ്പോഴും ഒരാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരോട് ഒരു ദിവസം എൻ്റെ അമ്മാവിയമ്മ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കഴിക്കുവാൻ കൊടുക്കുന്ന ഒരു നായയാണെങ്കിൽ എവിടെ പോയാലും ഞങ്ങളെ വീട്ടുനടയിൽ വരുമെന്നുള്ള ഉറപ്പ് എനിക്കും എൻ്റെ മോനും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ആ വ്യക്തി ആ നുണ പറച്ചിലും നിർത്തി അതേപോലെ തന്നെ പിന്നെ എൻ്റെ അമ്മാവിയമ്മയോട് പിന്നെ അവർ മരിക്കുന്നത് വരെ നേരെ മിണ്ടിയിട്ടേ ഇല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ രണ്ടുപേരുടെ ഇടയിലും അടിവുണ്ടാക്കാനാണ് ആ സ്ത്രീ വിചാരിച്ചത്. അതേപോലെ തന്നെ എന്നോടവർ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് അതേപോലെ തന്നെ അവർ പല കാര്യങ്ങൾ അവരെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് കാണുന്നതല്ല, ഞാൻ കഴിക്കുന്നത് എന്തായാലും അവരുടെ മോൻ്റെ വകയാണ്, അവരുപയോഗിച്ച് എൻ്റെ ബാക്കി എനിക്ക് മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോടും പിണങ്ങി. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിന് നേരായിട്ട് ഒരു അവധൂറായ ഒരു വാക്ക് ഒരാൾ പറയുമ്പോൾ അതൊരു അല്പബുദ്ധിയിൽ കേട്ടിട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാതെ, അത് ഞങ്ങളുടെ കുടുംബക്കാരെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയെന്ന് ഒരു വാക്ക് പറയുകയാണെങ്കിൽ പിന്നെ അവർ നിങ്ങളുടെ അടുത്ത് നുണ പറഞ്ഞിട്ട് വരികയില്ല. ഞങ്ങൾ നുണ പറയുന്നതും കേൾക്കുന്നതും ദൈവസന്നിധിയിൽ അത് പിന്നെ കുറ്റമാണ്. അതേപോലെ സൂക്ഷ്മബുദ്ധിയുള്ളവരായി ഇവരാരെക്കുറിച്ച് പറയുന്നു, എൻ്റെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ തലമുറയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ അമ്മയപ്പയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയപ്പയെക്കുറിച്ച് ആണ് ഇവർ പറയുന്നത്. ഇത് ഞാൻ കേൾക്കുവാൻ പാടില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഭയിൽ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തി വിരോധമായിട്ട് പറയുന്നത്, പാസ്റ്ററിന് വിരോധമായി പറയുന്നത്, സഭയിലെ സഹോദരങ്ങൾക്ക് വിരോധമായി പറയുന്നത്, ക്ലാസ്സിലെ ഒരു കുട്ടി വേറൊരു കുട്ടിക്ക് വിരോധമായി പറയുന്നത്, ജോലി സ്ഥലങ്ങളിൽ ഒരു ജോലിക്കാരൻ വേറൊരു ജോലിക്കാരന് എതിരായി പറയുന്നത്, ഇങ്ങനെ ഇന്ന് എവിടെ ഒരു തകർച്ച ഉണ്ടോ അവിടെ തകർച്ചകൾ നടക്കുന്നത് ഈ അല്പബുദ്ധികളെ കൊണ്ടാണ് എന്നവർ പറയുന്നവർ പറയും. കേൾക്കുന്ന നാം സൂക്ഷ്മബുദ്ധിയുള്ളവരായിരുന്നാൽ ആരെക്കൊണ്ടും നമ്മുടെ സ്നേഹബന്ധങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ക്രൂശിലെ സ്നേഹം സകലത്തെയും സഹിക്കുവാനും സകലത്തെയും മനസ്സിലാക്കാനുമുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, പല സമയങ്ങളിലും കർത്താവെ കുടുംബ തകർച്ചകൾ ദൈവമായി ഏറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ കുടുംബങ്ങളിൽ ഭിന്നത ഉണ്ടാക്കുന്ന വ്യക്തി ജീവിതങ്ങൾ മാനസാന്തരപ്പെടുവാൻ എൻ്റെ ദൈവം കൃപ പകരണമേ. അതേപോലെ തന്നെ കേൾക്കുന്ന വ്യക്തികളും കർത്താവെ അത് ദൈവമേ
ദൈവമേ അല്പബുദ്ധിയായിട്ടല്ല, സൂക്ഷ്മബുദ്ധിയോട് അത് കേട്ട് മനസ്സിലാക്കി തൻ്റെ കുടുംബത്തിൻ്റെ ഐക്യത നഷ്ടപ്പെടാതെ ദൈവമേ അവർ തന്നെ സ്വയബുദ്ധി കൊണ്ട് ചാരാതെ കർത്താവിനോട് ദൈവമേ ചേർന്നിരുന്ന് ദൈവമേ പകാലം അവർ ജീവിപ്പാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ ആരെങ്കിലും കുടുംബ തകർച്ചയിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത നുണ കേട്ടൊരു തകർച്ചയിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് ഇവരുടെ കുടുംബത്തെ നീ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവർ അല്പബുദ്ധി ഉള്ളവരായിട്ടല്ല, സൂക്ഷ്മബുദ്ധി ഉള്ളവരായി ഇരുന്ന് തങ്ങൾ ക്ഷമിക്കുവാനും മാപ്പ് പറയുവാനും, ഞാൻ ആ വാക്ക് കേട്ട് നിന്നടുത്ത് വഴക്ക് പിടിച്ചത് തെറ്റ് തന്നെയെന്ന് തെറ്റ് സമ്മതിച്ച് മറ്റേ വ്യക്തിയെ സമാധാനപ്പെടുത്തി ഐക്യതയോടെ ജീവിപ്പാൻ ഇവിടെ കുടുംബത്തിലൊരു ഐക്യത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വരവ് വരെ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മരണം വരെ ഇവരുടെ കുടുംബത്തിൽ ഒരു വ്യക്തിയോടും ദൈവമേ പിണങ്ങിയിരിക്കുവാനോ അല്ലെങ്കിൽ കർത്താവേ വാക്കുകൾ കേട്ട് കർത്താവേ ദൈവമേ ഐക്യതക്കേടുകൾ വരുത്തുവാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇതിൽ കർത്താവേ വേദനയോടെ കർത്താവേ എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഈ അല്പബുദ്ധിയാണെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും മനസ്താപത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവെ അവർക്ക് കർത്താവെ ഒരു സൂക്ഷ്മ ബുദ്ധി കൊടുത്ത് അവർ കർത്താവിലേക്ക് തിരിഞ്ഞു വരുവാനും കുടുംബത്തെ ഒന്നുകൂടെ കെട്ടിപ്പണിവാനും എൻ്റെ ദൈവം കൃപ പകരണമേ. ദൈവമേ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിക്കുവാനും ഇവർക്ക് നല്ല മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.